ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന ജെക്കെയാണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കൾസ്, നമ്മൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പുതിയ സിലബസ്, പുതിയ പാഠങ്ങൾ അല്ലേ, പഠിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ഈ ചാപ്റ്ററിനകത്ത് എല്ലാ പോയിന്റുകളും വളരെ ഈസി ആയിട്ട് ലളിതമായിട്ട് നമ്മൾ പഠിക്കാനുള്ളൊരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ 10ാം ക്ലാസ്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്റർ നേരെ 9ലേക്ക് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞു മക്കളായ നിങ്ങൾക്ക് പഠിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആ ചാപ്റ്ററിനകത്ത് ഈ ഒരു പോയിന്റ്, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും, സെറ്റായിരിക്കും. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മക്കൾസ്, എന്താണ് നമ്മളെ ചാപ്റ്ററിന്റെ പേര്? എല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞ്, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ അപവർത്തനം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇതിനകത്ത് ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിച്ചാൽ ഈ ചാപ്റ്റർ സെറ്റ്. അത് തന്നെയാണ് നമ്മുടെ തമ്പനു അല്ലേ. അതുകൊണ്ട് തന്നെ മക്കൾസ് എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ട പ്രകാശം, ലൈറ്റുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ ടോർച്ച് ഉപയോഗിച്ച് ഇങ്ങനെ അടിക്കുന്ന ഒരു പിക്ചർ, ഒരു ഇമേജ് നിങ്ങൾ ഇവിടെ കണ്ടില്ലേ? ഈ ടോർച്ചിനകത്ത് നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനായിട്ടാണ്. ഒരുപാട് പ്രകാശരശ്മികൾ അല്ലേ, റേസുകൾ കൂടി ചേർന്ന് ആ ലൈറ്റാണ് എല്ലാ സമയത്തും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ദൂരത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരൊറ്റ മീഡിയത്തിലൂടെ, ഒരു വായുവിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ എയറിലൂടെ പ്രകാശം എപ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് സഞ്ചരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വളരെ താഴ്ന്ന ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമുള്ളൂ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇന്നൊരു ടോർച്ച് എന്നുള്ള ലൈറ്റ്, ഇവിടെ ഞാനൊരു മിറർ, ഒരു പ്ലെയിൻ മിറർ, കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ കണ്ണാടിയിലേക്ക് ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നു വിചാരിക്കുക. അത് ഈ കണ്ണാടിയിൽ തട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു, ഒരു ഇൻസിഡന്റ് റേ, ഇതിനെ നമ്മൾ പതനരശ്മി എന്നൊക്കെ പറയും. ഇത് ഈ കണ്ണാടിയിൽ തട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? അത് പ്രതിഫലിച്ചു പോകുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് തട്ടുന്നു, പ്രതിഫലിക്കുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മളൊരു കണ്ണാടിയിലേക്ക് ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ, ഇതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്നൊക്കെ പറയും അല്ലേ. അതായത് പതനരശ്മി, പ്രതിപതനരശ്മി, ഇതും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചാപ്റ്ററിനകത്ത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററിനകത്ത് ഇതൊന്നല്ല എൻ്റെ കുഞ്ഞുമക്കൾ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന അതിലേറെ വലിയ കാര്യമാണ്. അതുക്ക് മേലെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ മിറർ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഒരു ഗ്ലാസ് പ്രിസം വെച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്ലാബ് വെച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസ് പ്രിസം അല്ല, നമ്മളൊരു ഗ്ലാസ് സ്ലാബ് എടുത്തു എന്ന് വിചാരിക്കുക. ഗ്ലാസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ സ്ലാബ് കണ്ടിട്ടില്ല നിങ്ങൾ, വാർപ്പിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്ലെയിൻ ആയിട്ട് ഒരു ഗ്ലാസിൻ്റെ കഷ്ണം എടുത്തു. ഇതിനെയാണ് നമ്മൾ ഗ്ലാസ് സ്ലാബ് എന്നാ പറയുക. ഇതിലേക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിനോടുള്ള ലൈറ്റ് പാസ് ചെയ്യുന്നു, ഓൾറെഡി നമുക്കറിയാം. അതിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സുതാര്യമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് സ്ലാബിലേക്ക് നമ്മളെ ടോർച്ച് എന്നുള്ള ലൈറ്റ് ഇങ്ങനെ വരുന്നു വിചാരിക്കുക. ഒരു ടോർച്ച് ഇതൊന്നൊരു ലൈറ്റ് ഇങ്ങനെ ഗ്ലാസ് ലാബിലേക്ക് വരുന്നു എന്ന് വിചാരിക്കാം മക്കളെ. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് വന്നു. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ പോകണം. കാരണം നമുക്കറിയാം ലൈറ്റ് എപ്പോഴും എങ്ങനെ പാസ് ചെയ്യാൻ പാടുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കൂ നമുക്കറിയാം. പക്ഷേ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ലൈറ്റ്, ഈ പ്രകാശരശ്മി വായുവിലൂടെ സഞ്ചരിച്ച് ഗ്ലാസ് ലാബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ട് ഡീവിയേഷൻ സംഭവിക്കുന്നു, ചെറിയൊരു വ്യതിയാനം സംഭവിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു വ്യതിയാനം സംഭവിക്കും. അപ്പോൾ ലൈറ്റ് എങ്ങനെയാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്? പ്രത്യേകം ശ്രദ്ധിച്ച മക്കളെ, യഥാർത്ഥത്തിൽ ലൈറ്റ് ഇങ്ങനെ നേർരേഖയിൽ പോകണം. പക്ഷേ അതിന് പകരം ഇവിടെ എന്ത് സംഭവിക്കും? നേരെ വന്നു, ഇവിടെ ചെറിയൊരു ഒടിവ്, ഒരു ചെരിവ് സംഭവിച്ചു, ഒരു ബെൻഡിങ് സംഭവിച്ചു, വീണ്ടും ഒരു ബെൻഡിങ് സംഭവിച്ചു. അപ്പോൾ ഒരു ഗ്ലാസ് ലാബിലൂടെ ഒരു പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ ഈ രീതിയിലാണ് പോകുന്നത്. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കും. ഒന്നുകൂടി നോക്കിക്കോളൂ, എന്താണ് ചെയ്തത്? ഇവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു, ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു ഇൻസിഡന്റ് റേ വന്നു. അത് ഗ്ലാസ് ലാബിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ബെൻഡിങ് സംഭവിച്ചു, ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ചു, വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് സ്ലാബിലൂടെ, ഒരു ഗ്ലാസിൻ്റെ കഷ്ണത്തിലൂടെ നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഇങ്ങനെ ചെറുതായിട്ട് വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഈ ഒരൊറ്റ കൺസെപ്റ്റ് മനസ്സിലായാൽ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കാൻ പറ്റും. ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലേ, ഈ ചാപ്റ്റർ മൊത്തം ഗോവിന്ദ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ലാബിന് പകരം ഞാനൊരു ബീക്കർ എടുത്തു.
ഒരു ബീക്കർ എടുത്തു വിചാരിക്കാം. ഈ ബീക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലേസർ ടോർച്ച്, ഒരു ഗ്രീൻ കളറിൽ ഒരു ലേസർ ടോർച്ച് അടിച്ചു. ഇതാ ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കണ്ടോ. ഈ വെള്ളത്തിന്റെ ഏറ്റവും സർഫസ് ഏരിയയിൽ എത്തിയപ്പോൾ ആ ലൈറ്റിന് ഇത് ചെറിയൊരു ബെൻഡിങ്, ഒരു ഡീവിയേഷൻ സംഭവിച്ചു. അങ്ങനെ ഒരു പ്രകാശം ഒരു മാധ്യമത്തിലൂടെ വായുവിലൂടെ സഞ്ചരിച്ച് വെള്ളത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഒരു ഡീവിയേഷൻ സംഭവിച്ചു. ഇതിനെയാണ് മക്കൾ നമ്മൾ എന്ത് പറയുന്നത്, അപവർത്തനം, റിഫ്രാക്ഷൻ. ലൈറ്റിനാണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡീവിയേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കുക, വ്യതിയാനം സംഭവിക്കുക എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു ടോർച്ചിന്ന് ലൈറ്റ് ഇങ്ങനെ വന്നു. ഇതിപ്പോൾ വായു എയറിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വെള്ളത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ എത്തിയപ്പോൾ അതെന്ത് ചെയ്തു, വെള്ളത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ചെറിയൊരു ബെൻഡിങ്, ഒരു ഡീവിയേഷൻ സംഭവിച്ചു. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും യഥാർത്ഥത്തിൽ ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഇവിടെ ലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്തു, അത് ഡീവിയേറ്റ് ചെയ്തു പോയി. ഇതിനെയാണ് നമ്മൾ മക്കൾസ് എന്ത് പറയുക, അപവർത്തനം, റിഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ അപവർത്തനം സംഭവിച്ചത് ആർക്കാണ്, ലൈറ്റിന്. അതുകൊണ്ടാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ പേരിന് എന്ത് കൊടുത്തുള്ളത്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. ഒരു പ്രകാശം അപ്പോൾ വായുവിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനായിട്ടേ പോകുന്നുള്ളൂ. അത് വേറൊരു മാധ്യമത്തിലേക്ക് കടന്നാൽ അവിടെ ചെറിയൊരു ബെൻഡിങ് സംഭവിക്കും, ഒരു ഡീവിയേഷൻ സംഭവിക്കും. അങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്ന്, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ എയറിൽ നിന്ന് വാട്ടറിലേക്ക്, അതും അല്ലെങ്കിൽ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഡീവിയേഷൻ സംഭവിക്കുന്നു, ഒരു ബെൻഡിങ് സംഭവിക്കുന്നു, ഒരു ഒടിവ് സംഭവിക്കുന്നു, ഒരു ചെരിവ് സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, അപവർത്തനം എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു വാട്ടറുമായിട്ട് നമ്മളൊരു ഗ്ലാസ് സ്ലാബ്, ഒരു ഗ്ലാസിൻ്റെ കഷ്ണം എടുത്ത് വിചാരിക്കുക. ഇതിലേക്ക് ഒരു ടോർച്ച് ലൈറ്റ് ഇങ്ങനെ വരുന്നു, കണ്ടില്ലേ, വായുവിലൂടെ സഞ്ചരിച്ച് ഗ്ലാസ്സിലേക്ക് കടന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു ചെരിവ്, ഒരു ബെൻഡിങ് സംഭവിച്ചില്ലേ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം, റിഫ്രാക്ഷൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വായുവിൽ ഒരൊറ്റ മീഡിയത്തിലൂടെ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്യും. വേറൊരു മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ അതിന് ചെറിയൊരു ഒടിവ്, ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. ഇതിനെ നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞാൽ ദ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഫാൾസ് ഒബ്ലിക്കലി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഞാൻ ഇതുവരെ പറഞ്ഞ ചിത്രത്തിലൊക്കെ ഒബ്ലിക്കലി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു പതിക്കണം. ലൈറ്റ് എപ്പോഴും എങ്ങനെ പതിക്കണം, ചെരിഞ്ഞു പതിക്കണം. ലൈറ്റ് എപ്പോഴും എങ്ങനെ പതിക്കണം, ചെരിഞ്ഞു പതിക്കുക. അപ്പോൾ എല്ലാ ചിത്രത്തിലും ലൈറ്റ് ചെരിഞ്ഞാണ് പതിക്കുന്നത്. അങ്ങനെ ഒബ്ലിക്കലി ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഈസ് കാൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അല്ലേ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞു പതിക്കുമ്പോൾ, മക്കളെ ശ്രദ്ധിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട പോയിന്റ് അതാണ്. ചെരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു, വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുക, പ്രകാശത്തിൻ്റെ അപവർത്തനം. ഈ ഒരൊറ്റ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് മാത്രം ഓർത്തേക്കുക. ഒരൊറ്റ പ്രകാശരശ്മി വായുവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നു. അത് വേറൊരു മീഡിയത്തിലേക്ക്, വേറൊരു മാധ്യമത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ചെരിഞ്ഞ് തന്നെ പതിക്കണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചെരിഞ്ഞ് പതിച്ചാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ, റിഫ്രാക്ഷൻ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ, ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ദ ലൈറ്റ് റേ ഷുഡ് ഫാൾ ഒബ്ലിക്കലി. എപ്പോഴും എന്ത് ചെയ്യണം, പ്രകാശം ചെരിഞ്ഞെന്നെ പതിക്കണം. മക്കൾ എന്താണ്, പ്രകാശം എപ്പോഴും എങ്ങനെ പതിക്കണം, ചെരിഞ്ഞെന്നെ പതിക്കണം. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ദ ടു മീഡിയം മസ്റ്റ് ഹാവ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. രണ്ട് മീഡിയത്തിനും വ്യത്യസ്ത സാന്ദ്രത, പ്രകാശിക സാന്ദ്രത ഉണ്ടായിരിക്കണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പഠിച്ചു വരും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വായുവിലൂടെ വന്ന് വെള്ളത്തിലേക്ക്, വായും വെള്ളവും ഒരേ ഡെൻസിറ്റി ആണോ, അല്ല. വായുവിലൂടെ വന്ന് ഗ്ലാസ്സിലേക്ക്, വായും ഗ്ലാസും ഒരേപോലെയാണോ, അല്ല. അപ്പോൾ വ്യത്യസ്ത മീഡിയം ആയില്ലേ. അങ്ങനെ വ്യത്യസ്ത മീഡിയം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്തായിരിക്കണം, ചെരിഞ്ഞ് ഒബ്ലിക്കലി ഇൻസിഡൻ്റ് ചെയ്യണം. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ ഓർത്തേക്കുക. ഇതാണ് നമ്മളെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോയിൻ്റാണ്. അതാണ് നേരെ 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് എത്തിയത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കൾസ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ കൺസെപ്റ്റ് പഠിച്ചാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. അങ്ങനെയെങ്കിൽ ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഒരു ഗ്ലാസ്സിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു പെൻസിലോ പേനോ സ്പൂണൊക്കെ വെച്ചാൽ വലുതായിട്ടും അല്ലെങ്കിൽ ഒടിഞ്ഞ് ചെരിഞ്ഞതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കുളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിങ്ങനെ വെള്ളത്തിനടിയിൽ നിൽക്കുന്ന സമയത്ത് ഉയർന്നു നിൽക്കുന്ന പോലെ തോന്നും. വെള്ളത്തിലൂടെ ഒഴുകുന്ന മീനൊക്കെ എന്തെങ്കിലും കുറച്ച് മുകളിൽ പൊങ്ങി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ തോന്നാൻ കാരണം, ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ആദ്യമായിട്ട് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ കണ്ണിന് സുഖമില്ലാതൊക്കെ ആയാലും ഡോക്ടറെ കണ്ടു, കണ്ണട വെച്ച് വിചാരിക്കുക. അങ്ങനെ പ്ലെയിൻ മിറർ വെക്കുന്ന സമയത്ത് വായിക്കുമ്പോൾ ഒക്കെ ഇടങ്ങേറ്, എന്തൊക്കെയോ ഒരു തപ്പിപ്പിടുത്ത്, നടക്കുമ്പോഴൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഒരു കുണ്ടും കുഴിയൊക്കെ ഉള്ള പോലെ അങ്ങനെ തോന്നും അല്ലേ. അപ്പോൾ അതിനൊക്കെ കാരണം എന്താണ്? ലൈറ്റിൻ്റെ ബെൻഡിങ്ങിലുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം അത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പ്രകാശം നേരേകിൽ സഞ്ചരിക്കുന്നു, ചെരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ മറ്റു മാധ്യമത്തിൽ അവിടെ ഒരു ബെൻഡിങ്, ഒരു വളവ്, ഒടിവ് സംഭവിക്കുന്നു. ഇതാണ് നമ്മളെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം നിങ്ങൾ വിലയേറിയ റിപ്പോർട്ടുകൾ, നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഞങ്ങളെല്ലാ കമൻറ്റുകളും വായിക്കും. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾക്ക് അത്രയും വലിയ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടു കഴിഞ്ഞതിനെ താഴെ എന്ത് ചെയ്യുക, പ്രകാശം സഞ്ചരിക്കുന്ന മാധ്യമങ്ങൾ ഏതാണ്, വിച്ച് ആർ ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽ വിത്തിൻ ദ ട്രഫ്. ഇവിടെ ഒരു പാത്രം തന്നിട്ടുണ്ട്. ഈ പാത്രത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇവിടെ പ്രകാശം ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ, ഏതൊക്കെ മീഡിയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നൊക്കെ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ എന്താ, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിലെ ഒരൊറ്റ കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് മാത്രം മതി ഈ ചാപ്റ്റർ സെറ്റാക്കാൻ. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതുവരെ ക്ലാസ് അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ നല്ല മക്കൾസിനും താങ്ക് യു. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ചാപ്റ്ററിനകത്ത് ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മളൊരു കണ്ടൻറ് വീഡിയോ ആയിട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും വീണ്ടും സന്ധിക്കും വരെ വണക്കം.